ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറേ ആയല്ല ഇങ്ങനെയൊന്ന് കണ്ടിട്ട്. അപ്പം ഞാൻ ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട് റിവ്യൂ ചെയ്യാൻ. റിവ്യൂ നല്ല ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് സാധനം. ഞാൻ ഇതിപ്പോൾ വാങ്ങിച്ച് കുറേ ആയി കേട്ടോ. റിവ്യൂ ചെയ്യണം എന്ന് കരുതിയായിരുന്നു. പല സിറ്റുവേഷനായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനൊരു സാധനം. ഇത് ഞാൻ റിലയൻസിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഇത് ഒരെണ്ണത്തിന് 99 രൂപ വെച്ചിട്ട് ഒരു ഓഫറിൽ കിടപ്പുണ്ടായിരുന്നു. MRP എത്രയാണെന്ന് എനിക്ക് എത്ര 99 രൂപ വെച്ചിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. രണ്ടുപേർക്കും ഓരോന്ന്, രണ്ട് മക്കൾക്കും ഓരോന്നായിട്ട് വാങ്ങിച്ചാണ്. ഇത് സാധനം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ബബിൾസ് വിടുന്ന മറ്റേ ഈ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ കാണിച്ചു തരാം. അതാണ് ഇത് കണ്ടോ. ഇതിനകത്ത് സോപ്പ് വെള്ളമാണ്. നമുക്കിത് നിറയ്ക്കാൻ വേണ്ടി രണ്ടെണ്ണം വാങ്ങിച്ചല്ലേ. അത് ഞാൻ പറഞ്ഞു ഒരെണ്ണം എനിക്ക് വേണം റിവ്യൂ ചെയ്യാനാ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരെണ്ണം കൊണ്ട് മാത്രമേ കളിക്കാവെന്ന് പറഞ്ഞിട്ട് എന്നാലും അവർ ഞാൻ കാണാതെ സാധനം എടുത്തായിരുന്നു കേട്ടോ. അപ്പം ഇത് മൊത്തം തീർന്നു. വേറൊരു സാധനം ഉണ്ടല്ലോ, വലിയൊരു ഇതായിട്ടുള്ളത്, ഈ മണ്ടയ്ക്ക് കരടി ഇതുപോലത്തെ സാധനമൊന്നും ഇല്ലാത്തത്, അതായിരുന്നു ആദ്യം വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു ക്യൂട്ട് നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തുണ്ടല്ലോ ഫാൻ പോലെ കറങ്ങുന്നത് ഇങ്ങനെ. അപ്പം നമുക്ക് ഇത് എനിക്കും ഒന്ന് യൂസ് ചെയ്യാമെന്ന് ഞാൻ കരുതി. കാരണം നമുക്ക് ഈ ഹാൻഡ് ഫാനായിട്ടൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം. നമ്മുടെ മേക്കപ്പൊക്കെ ഇതിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉണക്കാൻ വേണ്ടി മറ്റേ ബാറ്ററി ഇത് യൂസ് ചെയ്യുന്നതിന് വരും ഹാൻഡ് ഫാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്താൽ മതി. ബാറ്ററി ചിലവൊന്നുമില്ല. അങ്ങനെയും കൂടി ഒരു ഉദ്ദേശത്തിന് ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിള്ളേരെന്തായാലും കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞിട്ട് അവർ ഉപേക്ഷിക്കുമല്ലോ. അപ്പം നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ തുറന്നെടുക്കാം. നമുക്ക് ഇങ്ങനെ തിരിച്ച് എടുക്കാം. പിന്നെ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ പറക്കൊണ്ട് വന്ന കേട്ടോ. ഇങ്ങനെ ഊരി സെപ്പറേറ്റ് കിടക്കുമായിരുന്നു. ഇത് ഫുള്ളായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിങ്ങനെ ചെറിയൊരു ബോട്ടിലും ഉണ്ട്. പിന്നെ ഹെഡ് ഇതാണ്. അപ്പോൾ ഈ ഹെഡിൽ ഇവിടെ ഇത് 2 ലീഫുണ്ട്. ഇതിൻ്റെ വാ പോലെ 2 ലീഫുണ്ട്. ഉണ്ടോ? ഇങ്ങനെ പ്രസ് ചെയ്താൽ ഫാൻ ഇങ്ങനെ കറങ്ങും. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, മുടി അനങ്ങുന്നുണ്ടോ? അത്യാവശ്യം നല്ല കാറ്റുണ്ട്. നമുക്ക് ഹാൻഡ് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയ നമ്മുടെ ബാഗിലൊക്കെ കൊള്ളും. നമുക്ക് സംഭവം കൊള്ളാം. പിള്ളേർക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അവർ ഇതിനകത്തെ സാധനം കൊണ്ട് ബബിൾസ് വിട്ട് കളിച്ചോളും. ഇതാണ്ട് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് റോബോട്ടാണേ. ഇത് സെയിം ഇത് തന്നെ കണ്ടോ. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇറക്കട്ടെ. ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഊരി കിട്ടും. ഇതിൻ്റെ അകത്തെ സാധനം അവർ ഇളക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളിത് മറ്റേ സാധനം വെച്ചിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഒരു പ്രാവശ്യത്തെ യൂസിനൊക്കെ അല്ലേ ഉള്ളൂ. ഇത് ഇങ്ങനെ ബോട്ടിൽ തിരിച്ച് തുറക്കാം. ഇതിനകത്തൊരു കമ്പ് പോലത്തെ സാധനമുണ്ട്. അത് ഇളകിപ്പോയി. ഒരു ചെറിയൊരു ബോട്ടിലാണ്. ഇതിനകത്ത് വർക്കിങ്ങാണ്. ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം ഇതിനകത്ത് ഈ ലിക്വിഡ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ബബിൾസ് ഇടാം. അതായത് നമുക്ക് വലിയവർക്കും കളിക്കാം. പക്ഷെ നമ്മളങ്ങനെ കുഞ്ഞുങ്ങൾക്കാണല്ലോ വാങ്ങിച്ചു കൊടുക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ കളിക്കാൻ അങ്ങനെ കളിക്കാൻ വേണ്ടി മെനക്കെടാറില്ലല്ലോ. ഇതിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനത്തെ ഒരു ക്യാപ്പാണേ. കണ്ടോ? ഈ ക്യാപ്പിനകത്ത് ഈ ഒരു സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി വെച്ചേക്കും. ഇളകി പോയാൽ നമുക്കെന്നെ ഇടാവുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ബബിൾസ് വിട്ട് കളിക്കാം. രസമല്ലേ? പിന്നെ ഇത് നമുക്ക് തീർന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ അവർ വാശി പിടിക്കാന്ന് വെച്ചാൽ പിന്നെ വീണ്ടും വേണമെന്ന്. അന്നേരം നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതോ ഷാമ്പോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഇട്ട് കലക്കണം. നല്ലതായിട്ട് വെള്ളം ഒഴിച്ചാൽ ബബിൾസ് വരത്തില്ല. കുറച്ച് വെള്ളം നമുക്ക് ഇത്രയും ലിക്വിഡ് ഒഴിച്ചിട്ട് ഇത്രയും വെള്ളമോ അങ്ങനെ ഹാഫ് ഇടാതെ ഇച്ചിരി കൂടുതൽ ലിക്വിഡ് ഇട്ടിട്ട് വെള്ളം കൂടി വെച്ചിട്ട്
കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വിട്ടോളും. അങ്ങനെ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം ഇതിപ്പം വന്നിട്ട് ഉടനെ അവർ എടുത്ത് തുറന്ന് കുറച്ച് ബബിൾസായിട്ട് ഉപയോഗിക്കും, ബാക്കി കൊണ്ട് കമത്തിക്കളയും. അങ്ങനെയാണല്ലോ. പിന്നെ ഈ സാധനത്തിന്റെ എനിക്ക് ലാഭമായിട്ട് തോന്നിയത് ഇതാണ്. 99 രൂപ ആണ് ഇതിന്റെ വില. പക്ഷെ നല്ല രസമല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്കിങ്ങനെ ബാറ്ററി ഒന്നും വേണ്ട, കറണ്ടൊന്നും വേണ്ട. ഈ ചൂട് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. റിലയൻസിൽ നിന്ന് മേടിച്ചത്. സാധനം ഇഷ്ടമായോ, റിവ്യൂ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ റിലയൻസിൽ പോകുമ്പോഴേ ഈ സാധനമൊക്കെ കാണുവാണെ ഒരു രസത്തിന് വേണേൽ മേടിക്കാം, മക്കൾക്ക് കൊടുക്കാം. അത്രേ ഉള്ളൂ. ബൈ ബൈ, വീണ്ടും കാണാം.